ചെയ്യാൻ പോകുന്ന ഇന്ന് ജാൻവി? എന്താ ചെയ്യുന്നേ? ഇതെന്താ സാധനങ്ങള്? എന്തൊക്കെ വേണം ഇന്നത്തെ? ആ, വൈറ്റ് പേപ്പറും ആ. അപ്പൊ എന്താ ചെയ്യേണ്ട ഈ സാധനം കൊണ്ട്? വെള്ളമുണ്ട്, ഗ്ലാസ് ഉണ്ട്, പേപ്പറും പെന്നും ഉണ്ട് അല്ലേ? പേപ്പറിൽ എന്തിനാ പേപ്പർ? ആരോമാർക്ക് എങ്ങനെ വരയ്ക്കേണ്ടത് വരച്ച് കാണിച്ചേ. എത്ര ആരോമാർക്ക് വേണം? 2. ഒരേ സൈഡിലോട്ടാണ് ആരോമാർക്ക് വരയ്ക്കണ്ടേ? ആരോമാർക്ക് വരച്ച് കഴിഞ്ഞോ? ആരോമാർക്കിന് കളർ കൊടുക്കണോ? ആ, ബ്ലൂ കളർ കൊടുക്കുന്നേ. ഓക്കെ, കാണിക്കും, ഇങ്ങോട്ട് കാണിക്കും. ഇത് കാണത്തില്ല ക്യാമറയ്ക്കകത്ത്. കളർ അടിച്ച് എവിടെ ചാരി വെക്കണേ? ക്ലാസ്സിന്റെ പുറകിലോ? മറിഞ്ഞ് വീഴുവോ? ആ, നീ എന്നാ ചെയ്യണ്ടേ? വെള്ളം ഒഴിക്കണോ? അമ്മ ഒഴിച്ചേ. ഓൻ ഒഴിച്ചാൽ പോകും. ഓൻ പ്രശ്ന വശത്തോട്ട് വന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ എന്നാ സംഭവിക്കുന്നേ? വെള്ളം ഒഴിച്ച് കഴിയുമ്പോ എന്നാ സംഭവിക്കുന്നേ? ആ, ഈ കൊച്ചു പറഞ്ഞത് ഈ ആരോമാർക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോ ഇങ്ങോട്ടുള്ള ആരോമാർക്ക് അപ്പുറത്ത് വശത്തോട്ട് മാറുമെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഒറ്റ ഒരു ആരോമാർക്ക് ഒരു വെള്ളം ഒഴിച്ച് നോക്കാവേ. മുൻ ഒഴിക്കാൻ പാടാ, മറി. നമുക്ക് ഒഴിച്ച് നോക്കാം. ആരോമാർക്ക്, മറ്റേ ആരോമാർക്ക് ഇങ്ങോട്ടാ. നേരത്തെ ഉണ്ടായിരുന്ന ആരോമാർക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മാറിയില്ല. അടിപൊളിയാണല്ലോ, അടിപൊളി. ജാൻവി വരച്ച ആരോമാർക്ക്. അപ്പൊ നമുക്കിതൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ചെറിയ ഡൗട്ട് വരുന്നുണ്ടാവും. ഇത് തന്നെയാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത് കറക്റ്റ്. നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. ഫസ്റ്റത്തെ ആരോമാർക്ക് എടുത്ത് വെക്കാം. ആരോമാർക്ക് ഇങ്ങോട്ട് തന്നെ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? ലൈറ്റ് റിഫ്രാക്ഷൻ വരുന്നത് കൊണ്ട് ആരോമാർക്കിന്റെ പൊസിഷൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഇതാണ് ഇതിനകത്ത് സയൻസ് എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ ആണ്, ലൈറ്റിന്റെ റിഫ്രാക്ഷൻ.